നമസ്കാരം. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് മുൻപുള്ള സമ്പന്നമായ ഗാസയെപ്പറ്റി അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളെപ്പറ്റി നമ്മുടെ മാപ്പുകൾ ആരെങ്കിലും എപ്പോഴെങ്കിലും വല്ല വാർത്തയും ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മാപ്പുകളെ വിട്ടേക്കുക. സൗദി, അതേപോലെ തന്നെ ദുബായ്, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയതിന്റെ ആഡംബരത്തെ പറ്റിയും അവിടുത്തെ അത്യാധുനിക സംവിധാനങ്ങളെ പറ്റിയൊക്കെ തള്ളിമറിക്കുന്ന നിരവധി വീഡിയോകളും മറ്റുമൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സുഡാപ്പികൾ അവിടുത്തെ മേന്മകളൊക്കെ വാഴ്ത്തിപ്പാടുന്ന ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഗാസയെ പറ്റി അത്തരം വല്ല ദൃശ്യങ്ങളോ അത്തരം വല്ല വാഴ്ത്തുപാട്ടുകളോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല എന്നാണ് ഉത്തരം. അതിന്റെ കാരണം ഗാസയെ അതിവിദഗ്ധമായിട്ട് പുറം ലോകത്ത് നിന്ന് അവർ മറച്ചു പിടിച്ചിരുന്നു. ഇത്തരം വാഴ്ത്തുപാട്ടുകളൊന്നും ഗാസയെ പറ്റി ഇല്ലായിരുന്നു. കാരണം ഏതൊരു യൂറോപ്യൻ രാജ്യത്തോടും കിടപിടിക്കുന്ന ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളോടെ സമ്പന്നമായിരുന്നു ആ ഗാസ എന്ന വലിയ ആ സിറ്റി. കാരണം ലോകം മുഴുവൻ നടന്ന് സേവ് ഗാസ എന്നും മറ്റുമൊക്കെ പറഞ്ഞ് പലതവണയായിട്ട് സഹസ്ര കോടികൾ സമാഹരിച്ച് അതിൽ കെട്ടിപ്പൊക്കിയതായിരുന്നു. അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയ ഒരു വലിയ ഒരു സിറ്റി തന്നെയായിരുന്നു ഗാസ. ഗാസയിൽ യൂറോപ്പിലൊക്കെ കാണുന്ന പോലുള്ള ബഹുനില കെട്ടിടങ്ങളും വലിയ സംവിധാനങ്ങളും നല്ല ഉഗ്രൻ റോഡുകളും മറ്റുമൊക്കെയായിരുന്നു അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരവും വരെ. അതിന്റെയൊക്കെ താഴെ ഈ ഇസ്രായേലിനെതിരെ യുദ്ധം വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മുൻപേ തന്നെ ടണലുകളും മറ്റുമൊക്കെ നേരത്തെ തന്നെ കോടാനുകോടികൾ മുടക്കി പണിത് വെച്ചിരുന്നു. അപ്പോൾ ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴെയുമായിട്ട് ഏതാണ്ട് ഇരട്ട പട്ടണമായിരുന്നു ഗാസ എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. ഇതാ ഇപ്പോൾ നോക്കുക, യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ കാരണം തന്നെ നമുക്കറിയാം. 2023 ഒക്ടോബർ 8-ാം തീയതി 7-ാം തീയതി അങ്ങോട്ടേക്ക് കടന്നു കയറി തെമ്മാടിത്തരം കാണിച്ചതിന്റെ ഫലമായിട്ടാണ് ജൂതൻ ഇപ്പോൾ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ അവസാനത്തെ കെട്ടിടം വരെ അടിച്ചു നിരത്തുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവരത് ചെയ്യുന്നുമുണ്ട്. അപ്പോഴാണ് നമ്മൾ കൂടുതലും ഇത്രയൊക്കെ സമ്പന്നമായിരുന്നു ഈ ഗാസ എന്ന് മനസ്സിലാവുന്നത്. എന്തേ ഇവരിതിനെപ്പറ്റി മാത്രം ഒന്നും പറഞ്ഞില്ല? പറയില്ലല്ലോ. കാരണം ഗാസയിലുള്ള ആളുകൾ താമസിക്കുന്ന ഇത്രയും അത്യാധുനികമായിട്ടുള്ള കെട്ടിടത്തിലും സംവിധാനത്തിലുമാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആരെങ്കിലും 10 പൈസ കൊടുക്കുമോ? അപ്പോൾ വർഷാവർഷം സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായി നടത്തിക്കൊണ്ടിരുന്ന കലാപരിപാടിയായിരുന്നു. മിക്കവാറും നോമ്പിനോടനുബന്ധിച്ചായിരിക്കും അങ്ങോട്ട് കയറി ചെറുതായിട്ട് ചൊറിയും. അപ്പോൾ ഇസ്രായേൽ ഇങ്ങോട്ട് കയറി. മുമ്പൊക്കെ ടാങ്ക് കൊണ്ട് ഒരു കയറി നിർത്തുന്നത്. അവരെ അകത്തോട്ടൊന്നും കയറത്തില്ല. ഒരു അതിർത്തിയൊക്കെ വന്നിട്ട് 4 വെടിയും വെച്ചിട്ട് 2-3 മിസൈലൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും. ഉടനെ അവരങ്ങ് തുടങ്ങും സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലോകം മുഴുവൻ ഇതിന്റെ കഥ അറിയാത്തവർ കോടാനുകോടികൾ പല വിധത്തിൽ പല രീതിയിൽ കൊടുക്കും. അത് വാങ്ങിയിട്ട് അടുത്ത കെട്ടിടങ്ങളും മറ്റുമൊക്കെ പണിയുകയും ഇതിന്റെ ഈ ഹമാസിന്റെ നേതാക്കളും മറ്റുമൊക്കെ ആയിട്ട് അവരുടെ കുടുംബങ്ങളും മറ്റുമായിട്ട് യൂറോപ്പിലും മറ്റുമൊക്കെ പോയി അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിച്ചു. അതപ്പോൾ ഒരു ബിസിനസ് ആയിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഇസ്രായേലിൽ കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരം അഭ്യാസങ്ങൾക്ക് ഗാസ ഇനി ബാക്കി വെക്കില്ല എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ വർഷം ഈ സേവ് ഗാസയും കൊണ്ട് നടക്കണ്ട, ഇതോടുകൂടി തരാം. പോരെങ്കിൽ അമേരിക്ക ഒരു ഓഫർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഗാസാവാസിക്കും $10,000 വെച്ച് തരാം. കിട്ടുന്ന വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി അവിടെ സെറ്റിൽ ആയിക്കൊള്ളാനാണ് പറയുന്നത്. ഗാസ ഇനി നിങ്ങൾക്ക് തരില്ല. അത് കടലോര ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പോവുകയാണ്. അതിനാൽ ഗാസയിൽ ഇപ്പോൾ ഉള്ള നിർമ്മിതികളുടെ കല്ലിന്മേ കല്ലില്ലാതെ ഗാസയുടേതായിട്ടുള്ള യാതൊരു ശേഷിപ്പുകളും ഇനി അവിടെ അവശേഷിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കണം, ഈ ഗാസ ഇത്രയേറെ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു വലിയ ഒരു സിറ്റി ആയിരുന്നു എന്നും ഇതിനെപ്പറ്റി വലിയ വാഴ്ത്തുപാട്ടുകളോ ഇതിന്റെ സൗകര്യങ്ങളെ പറ്റി പുറലോകം അറിയാതിരിക്കാൻ ഇവർ ബോധപൂർവം തന്നെ ശ്രമിച്ചിരുന്നെന്നും ഇപ്പോൾ ഒരു യുദ്ധം വന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം കാഴ്ചകളൊക്കെ മറച്ചു വെക്കാൻ പറ്റാതായതെന്നും ഇവർ ഇത്രയേറെ പണം ഇവർ സമ്പാദിച്ചു വെച്ചിരുന്നു എന്ന് കൂടി അറിയുന്നു. ഇത് ഇവർ അധ്വാനിച്ചതല്ല. അതിനാൽ തന്നെ അത് താഴ്ന്നു വീഴുമ്പോഴും അവർക്ക് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. ഇനി അവർക്ക് ജീവൻ തന്നെ പോയാലും അവരുടെ വിശ്വാസം അനുസരിച്ച് അതിലും വലിയ സൗകര്യങ്ങൾ മറ്റ് പല സ്വർഗത്തും മറ്റും കിട്ടും. അതിനാൽ അതും അവർ കണക്കാക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയൊന്നും അറിയാതെ കോടിക്കണക്കിന് ആളുകൾ ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ടും പലസ്തീനിലെ ആളുകൾക്ക് വേണ്ടിയിട്ടും പലതവണയായിട്ട് സംഭാവന കൊടുത്തിരുന്ന പണം വെച്ചിട്ടായിരുന്നു ഇവർ ഇസ്രായേലിനെ ചൊറിയുകയും ഇപ്പോൾ ഇസ്രായേൽ അതെല്ലാം അടിച്ചു തകർക്കുകയും ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അങ്ങനെ പണം കൊടുത്തവർക്കുള്ളിൽ ഒരു ചെറിയ വിഷമം ഉണ്ടാവും എന്നത് ഒഴിച്ചാൽ ഗാസ എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണമാണ്. സ്വന്തമല്ലാത്തതൊന്നും നിലനിൽക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം.